മിമിക്സ് പരേഡ് എന്ന് പറയുമ്പോഴും കുറെ തമാശകളും കാര്യങ്ങളൊക്കെ അന്നത്തെ ഓർമ്മകൾ. പക്ഷെ റഹ്മാനും മിമിക്സ് പരേഡെന്ന് ഒരുമിച്ച് പറയുമ്പോൾ ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. തനിക്ക് ഓർമ്മ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയത് റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ട ശരിയാണ്. പെരുമ്പാവൂര് എവിടെ ടാസാളോ ഫൈൻ ആർട്സ് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയല്ലേ? നീയും ഞാനും പോയി. നീ പോയില്ല, നീ എവിടെ പോയി? ഞങ്ങളെ ഒന്ന് ചെല്ലുമ്പോൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഇത്രയും നല്ലൊരു ഓഡിറ്റോറിയം, നല്ല എക്കോ ഉണ്ടോന്നൊക്കെ നോക്കി വളരെ പെർഫെക്റ്റ്, മാന്യമാരായ പ്രേക്ഷകര്, നല്ല കമ്മിറ്റിക്കാര്, നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗേറ്റില് അതിന് മുൻപ് ഒരു സംഭവം ഉണ്ടല്ലോ, താൻ പറഞ്ഞുപോയി. റഹ്മാന്റെ കുറെ കൂട്ടുകാർ വന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോയി. സുഹൃത്തുക്കളെ എവിടെ പോയാലും കേരളത്തിൽ ഇത്രയധികം സുഹൃത്തുക്കളുള്ള ഒരു പുള്ളിക്കാരൻ വേറെ ഇല്ല. അപ്പോൾ സുഹൃത്തുക്കൾ വന്ന് കൊണ്ടുപോയിരിക്കുന്നു. ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് റഹ്മാനും കുട്ടികളും വരുവാണ്. ആ വന്നതിൻ്റെയാണ് ബഹളം. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് റഹ്മാനെ ഓഡിറ്റോറിയത്തിലേക്ക് ഇറക്കാൻ പോയപ്പോൾ ആരോ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റഹ്മാൻ പറഞ്ഞു, ഞാൻ ആർട്ടിസ്റ്റാണ്, ആയിക്കോട്ടെ, പക്ഷെ ടിക്കറ്റ് വേണം. അല്ല, ഞാനിതിൽ കളിക്കാൻ വന്നൊരു ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു. വീണ്ടും നിങ്ങളില്ലാതെ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ടിക്കറ്റ് വേണം. ഇത് റഹ്മാനപ്പം പറഞ്ഞു, ഞാൻ എല്ലാ പ്രോഗ്രാം നടക്കില്ല മാറി. റഹ്മാന്റെ ഒരു ഫ്രണ്ട് അയാൾക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടറായി. കാരണം റഹ്മാനൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ, റഹ്മാനൊക്കെ ഭയങ്കര ദൈവത്തിനെ പോലെ കരുതുന്ന ഫ്രണ്ടാണ്. അവൻ കയറി സംഘാടകരെ ഇടിച്ചു എന്ന് പറഞ്ഞാൽ നടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-55 വയസ്സ് പ്രായമുള്ള കോളേജ് പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ്, നമ്മുടെ ശങ്കര കോളേജിലെ അണിയറയിൽ നമ്മൾ നിൽക്കുക, നമ്മൾ കർട്ടനൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അൻസാർ ഇവിടുന്ന് അല്ല, ആരോ വന്ന് പറഞ്ഞു ആർട്ടിസ്റ്റിനെ തല്ലുന്നു പറഞ്ഞ കേട്ടോ. പറഞ്ഞ അൻസാർ ആർട്ടിസ്റ്റിനെ തല്ലുന്നോടാ അത് കൊണ്ടാണ് ഓടി. നമ്മൾ ഓടിയൊന്നും കേട്ടോ, നമ്മൾ വളരെ മര്യാദക്കാരായിട്ടാണ്. അവനോട് ആത്മാർത്ഥം കൊണ്ട് ഓടിയതാ. പിന്നെ ഓടി അങ്ങനെ ചെന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു, ആർട്ടിസ്റ്റിനെ തല്ലുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ആർട്ടിസ്റ്റാണ്. അവർ തിരിച്ചു അടുത്ത ഘട്ടം സാർ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു ഓടി വരുന്നു, ആർട്ടിസ്റ്റുകളെ തല്ലുന്നൂടാ വരാൻ ഞങ്ങളുടെ അടുത്ത്. നിങ്ങൾ അറിയില്ല, വന്നപ്പോഴേക്കും നീയും അൻസാറും പിന്നെ നിന്റെ കുറെ കൂട്ടുകാരും സംഘാടകരുമായിട്ട് പൊരിഞ്ഞിട്ടി നടക്കുകയാണ്. അന്ന് വർഗീസിന് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്ട്. വർഗീസ് അവിടുത്തെ ആളാണ്. പ്രായം കൂടുതലുണ്ടല്ലോ, നമ്മളെല്ലാം പ്രായത്തിന് മാത്രമല്ല, നല്ല മനുഷ്യനും കൂടിയാണ്. വർഗീസിനെ പഠിപ്പിച്ച പ്രൊഫസറുണ്ട്, പിന്നെ വർഗീസ് അവിടെ പഠിച്ചിട്ടുണ്ട്, വർഗീസിനെ അവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇടിക്കുന്നവന്മാര് വർഗീസേട്ടൻ മറിയിക്കുന്നു പാടെ പഠിപ്പിച്ചിട്ട്. അപ്പൊ ഞാനെല്ലാവരും വേഗം വർഗീസിന്റെ സെറ്റ് ചേർത്തു. വർഗീസ് മാറുമ്പോഴേക്കും ഞങ്ങളും അങ്ങോട്ട് എതിരായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ കാണിച്ചത് ഭാഗ്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചാലേ. വർഗീസിന്റെ പുറകിൽ ഞങ്ങൾ ഇങ്ങനെ മാറി മാറി. പ്രസാദ് ഒന്നും ആ പ്രദേശത്തേക്ക് വന്നില്ല. അൻസാറിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അൻസാർ ഇടിക്കുന്നുണ്ട്, ഇടികൊള്ളുന്നുണ്ട്, നീ ഇടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസ് നമ്മളെ കൊണ്ടുപോയി. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട്. അല്ല, അതുകൊണ്ട് വേറെ കൊണ്ടുണ്ടായി. അന്നാണ് കലാഭവന്റെ മ്യൂസിക് പരേഡിനൊരു പക്ഷെ അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ 12 മണി വരെ ഇരുത്തി. കാരണം അവിടുത്തെ വലിയ പ്രമുഖരായ ആളുകളാണ് ഇടിച്ചിരിക്കുന്നത്, നീ അൻസാറും കൂടി. പിന്നെ അവർ വിടും, അതിന്റെ കൂട്ടുകാരും കൂടി. ഉപദ്രവിച്ചൊന്നുമില്ല. ജയനൊന്ന് കാണിച്ച് ലാലിനെ കൊണ്ട് പി കെ പ്രഹാം, എന്നെ കൊണ്ട് കുതിരവട്ടം, ഇതൊക്കെ കാണിച്ച് പോലീസുകാരൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നീ രാത്രി എവിടെ നിന്നോ വക്കീലിനേക്ക് കൊണ്ടുവന്നല്ലേ, ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ ഇറക്കി. ഇതിനിടയ്ക്ക് ജയറാം അവിടെ പെരുമ്പാവൂരുകാരനാണ്. ചാൻസ് ഒക്കെ ചോദിച്ചു നടക്കുന്നത് അടുത്ത് തന്നെ. അപ്പോൾ ജയറാം വന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണം, അത് വരാൻ ജയറാമിലും പേടി, ഇടി കിട്ടുമോ ദൂരെ നിന്നിട്ട്. അപ്പോൾ ആ സംഭവമാണ് പേടിച്ചത്. അയ്യോ എന്ന് പറഞ്ഞതിൽ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു വേറെ വല്ല പ്രശ്നമെന്ന് വിചാരിച്ചു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ.